നിന്റെ സ്വഭാവത്തെ നീ നേരെയാക്കണം. സ്വഭാവത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടണം. സ്വഭാവത്തിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുമ്പോൾ പിശാചിൻ്റെ അവകാശം മാറിപ്പോകും. പിശാചിൻ്റെ അധികാരം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. നിന്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന പിശാചിൻ്റെ സിംഹാസനം അത് മാറിപ്പോകും. ആ പിശാചിൻ്റെ സിംഹാസനത്തെ നീ ജയിക്കണം. അവൻ്റെ വാഴ്ചയെ നീ ജയിക്കണം. നിന്റെ ജീവിതത്തിലുള്ള വാഴ്ച, നിന്റെ ജീവിതത്തിൽ അത് ആധിപത്യം നടത്തുന്നത്, നിന്റെ ജീവിതത്തിൽ അത് റൂളിംഗ് നടത്തുന്നത്, നിന്റെ ജീവിതത്തിൽ അത് അതിൻ്റെ ആക്ടിവിറ്റീസ്, അതിനെ നീ ജയിക്കണമെങ്കിൽ വിശ്വാസത്താലും ദൈവവചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും ശുദ്ധീകരണത്താലും നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. നിന്റെ സമ്പത്തിനെ സാത്താൻ തൊടാൻ അനുവദിക്കരുത്. നിന്റെ ആരോഗ്യത്തെ സാത്താൻ തൊടുവാൻ അനുവദിക്കരുത്. നിന്റെ ബന്ധങ്ങളെ സാത്താൻ തൊടാൻ അനുവദിക്കരുത്. നിന്റെ ഒരു കാര്യത്തെയും സാത്താൻ തൊടാൻ അനുവദിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിന്റെ പ്രഭുവിന് നീ ഇടം കൊടുക്കുമ്പോഴാണ് ആ സാത്താൻ അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താൻ നിന്റെ ജീവിതത്തിൽ അറുക്കുകയും കൊല്ലുകയും മുടിക്കുകയും ചെയ്യുന്നത്. നിന്റെ ജീവിതത്തിൽ പിശാചിനിടം കൊടുക്കരുത്. നിന്റെ ജീവിതം ഒരു ദൈവരാജ്യമായി മാറട്ടെ, കിങ്ഡം ഓഫ് ഗോഡായി മാറട്ടെ. ദൈവവചനമോട് ആധിപത്യം നടത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ആധിപത്യം നടത്തട്ടെ. യേശുവിൻ രക്തത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ആധിപത്യം നടത്തട്ടെ.